നാഷണൽ ലെവലിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാവുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ. അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, അടുത്ത മാസം നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി. ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഇന്ത്യ ബംഗ്ലാദേശിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപ് G20 നടന്ന സമയത്ത് നമ്മൾ ബംഗ്ലാദേശിനെ ക്ഷണിച്ചിരുന്നു. അന്ന് ഹസീന പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണകൂടം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഇപ്പോഴും നമുക്കറിയില്ല. സാധ്യത വളരെ കുറവാണെന്നാണ് നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് ചില ഡിമാൻഡുകളുണ്ട്. അതിലൊന്ന് പ്രധാനമായിട്ട് ഇന്ത്യ ഷേഖ് ഹസീനയെ കൈമാറണം എന്നുള്ളതാണ്. ഇന്ത്യ ബംഗ്ലാദേശിന്റെ താല്പര്യം അനുസരിച്ച്, ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഹസീനയെ കൈമാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരെ കിട്ടിയ ഉടനെ തന്നെ ബംഗ്ലാദേശ് അവരെ ജയിലിലടയ്ക്കും. അതിനുശേഷം അവരെ ബംഗ്ലാദേശ് കോടതി തൂക്കിലേറ്റാൻ വിധിക്കും, അവരെ വധിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. സോ അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയെ പോലെ ഒരു വലിയ പവർ, ഒരു ഗ്രേറ്റ് പവറാണ് ഇന്ത്യ, സാധാരണ ഒരു രാജ്യമല്ല. അപ്പം നമ്മുടെ രാജ്യം ബംഗ്ലാദേശിനെ പോലെ ഒരു ചെറിയ രാജ്യം ഡിമാൻഡ് ചെയ്തതനുസരിച്ച് ആ റിലേഷൻ മോശമാകാതിരിക്കാൻ വേണ്ടി ഹസീനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യ അത് ചെയ്യുകയുമില്ല. ചൈന എത്രയോ കാലമായിട്ട് ടിബറ്റൻ ബുദ്ധ സന്യാസിയായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പരമോന്നത സന്യാസിയായിട്ടുള്ള നമ്മുടെ ദലൈലാമയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്നതാണ്. ഇന്ത്യ വിട്ടുകൊടുത്തിട്ടില്ല. ദലൈലാമയുടെ പേരിൽ നമുക്ക് ചൈനയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അക്സായ് ചിൻ നമുക്ക് നഷ്ടപ്പെട്ടു. അത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അഭയം കൊടുത്ത ഒരാളെ നമ്മൾ അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. നമ്മളൊരു പക്ഷേ ദലൈലാമയെ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അഭയം കൊടുക്കാതിരുന്നെങ്കിൽ, ചൈന ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാകണ്ട എന്ന് കരുതിയിട്ടെങ്കിലും ഒരുപക്ഷെ 62 യുദ്ധത്തിൽ നിന്ന് പിന്മാറിയേനെ എന്നൊരു സാധ്യത പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത് ഒരു സാധ്യത മാത്രമാണ്. ചൈന ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാനും പറ്റില്ല. എങ്കിൽ പോലും ഇന്ത്യ ചൈന ബന്ധം വഷളാകുന്നതിൽ ഒരു വലിയ പങ്ക് ദലൈലാമയ്ക്ക് നമ്മൾ അഭയം കൊടുത്തതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് വേണമെങ്കിൽ ഹസീനെ വിട്ടുകൊടുക്കാം. പക്ഷേ ഇന്ത്യയോടൊപ്പം നല്ല രീതിയിൽ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഹസീന. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ മികച്ച രീതിയിലായിരുന്നു. ഇത് താൽക്കാലികമായിട്ട് ഹസീനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് മാത്രമല്ല, ഇതിലൂടെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് കൂടിയാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യ ഹസീനയെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അവിടെ ഹസീനെ ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആളുകൾ ബംഗ്ലാദേശിലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഹസീനയുടെ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള അവാമി ലീഗിന് ഇപ്പോഴും ഒരുപാട് നേതാക്കളുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ, അതായത് ഒരു താഴെത്തട്ട് മുതൽ വലിയ സ്വാധീനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ അവാമി ലീഗ്. സോ അവരെ കൂടിയാണ് ഇന്ത്യ കൂടെ നിർത്തുന്നത്. നിലവിലെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഡിഫറൻ്റ് ആണ് എങ്കിൽ പോലും ഭാവിയിൽ ഈ അവാമി ലീഗ് വീണ്ടും അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ഹസീനെ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിലെ നിലവിലെ ഭരണകൂടം അവരെ തീർച്ചയായിട്ടും തൂക്കിലേറ്റാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ അവാമി ലീഗിനെ നമ്മൾ ശത്രുവാക്കേണ്ടി വരും. രണ്ടാമത്, ഈ ഇപ്പോഴത്തെ ഭരണകൂടം എന്തായാലും ഇന്ത്യയോട് ഭയങ്കരമായിട്ടുള്ള ഒരു വിധേയത്വം കാണിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. തീർച്ചയായിട്ടും അവര് ഇന്ത്യയെ പിണക്കാൻ തയ്യാറാകില്ല. പക്ഷെ അപ്പോഴും ഈ ചൈന ഒരു ഫാക്ടറായിട്ടുണ്ട്, അമേരിക്കയുണ്ട്, പാകിസ്ഥാനുണ്ട്. പിന്നെ ഈ പാകിസ്ഥാൻ, തുർക്കി, സൗദി ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഇത് തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ പോലെയൊക്കെയുള്ള ചെറിയ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ആശ്വാസം നൽകുന്ന ഘടകമാണ്. ഇന്ത്യയെ ഇനിയിപ്പോൾ ബംഗ്ലാദേശിന് ഭയമുണ്ടെന്ന് തന്നെ കരുതുക. ഇന്ത്യ ഒരു വലിയ ശക്തിയാണ്. ഇന്ത്യയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശിന് അമേരിക്കയുടെ പിന്തുണ തേടാം, ചൈനയുടെ പിന്തുണ തേടാം, പാകിസ്ഥാൻ, തുർക്കി ഗ്രൂപ്പിന്റെ പിന്തുണ തേടാം. സോ ഇങ്ങനെയൊക്കെ അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ബംഗ്ലാദേശിലെ നിലവിലെ ഭരണകൂടത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാനൊന്നും കഴിയില്ല. അവർക്ക് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഹസീനെ വിട്ടുകൊടുക്കാനും പറ്റില്ല. ഹസീന അങ്ങോട്ട് പോകണമെന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് പോകാം. ഇന്ത്യയായിട്ട് ഒരിക്കലും ഇനി നിങ്ങളിവിടെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഡിമാൻഡുകളൊന്നും തന്നെ അംഗീകരിക്കപ്പെടില്ല. ചിലപ്പോൾ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധ്യതയും കാണുന്നില്ല. ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഗവൺമെന്റ് തലത്തിൽ മെച്ചപ്പെട്ടാലും, ഞാൻ ഈ ബംഗ്ലാദേശിന്റെ റീസെന്റ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അതിനകത്ത് ഈ പല അവിടെയുള്ള പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, മിലിറ്റന്റ് ഗ്രൂപ്പുകൾ, തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ, ഇവരുടെയൊക്കെ യോഗങ്ങളിലെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവർ ശരിക്കും ഇന്ത്യയെ ഭയങ്കര ശത്രുതയോടെയാണ് കാണുന്നത്. മതപരമായ കാരണങ്ങൾ അതിലൊരു വലിയ ഘടകം തന്നെയാണ്. അപ്പൊ ഇവര് നരേന്ദ്രമോദിയെ ഇവിടെ അധികാരത്തിൽ ഇരുത്തില്ല, ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാർച്ച് ചെയ്യും, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യും കൂട്ടമായിട്ട്, എന്നിട്ട് നേരിടും എന്നൊക്കെ പറഞ്ഞിട്ട് വൈകാരികമായിട്ടുള്ള പല പ്രസംഗങ്ങളും ബംഗ്ലാദേശിലെ പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ ഈ അവിടെയുള്ള വിഘടനവാദികളും തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളും ഒക്കെ നടത്തുന്നുണ്ട്.
ഒരുപാട് അത്തരം വീഡിയോകൾ, വെരിഫൈഡ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ x.com-നകത്തും അതുപോലെ ഫേസ്ബുക്കിനകത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ബംഗ്ലാദേശിൽ ഒരു വിഭാഗം ഇന്ത്യയെ വളരെ ശത്രുതാ മനോഭാവത്തോടെ കാണുന്നുണ്ട്. ബംഗ്ലാദേശ് ഒരു മെജോറിറ്റി മുസ്ലിം വിഭാഗമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ അതിലെ പകുതിയോളം മനുഷ്യരും ഇന്ത്യയോട് വളരെ സൗഹൃദമായിട്ടുള്ള ഒരു സമൂഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ധാരണ പലർക്കുമുണ്ട്, മെജോറിറ്റി ഇന്ത്യക്ക് എതിരാണെന്ന്. അങ്ങനെ അല്ല, മെജോറിറ്റി ഇന്ത്യക്ക് അനുകൂലമാണ്. പക്ഷേ ഒരു ചെറിയ വിഭാഗം പേര് അവർ തീവ്രമായിട്ട് ഇന്ത്യയെ എതിർക്കുന്നവരാണ്. അവര് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അപ്പൊ അവരെ എതിർക്കാൻ ശരിക്കും ബംഗ്ലാദേശിലുള്ള മെജോറിറ്റിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇവരവിടെ ഒരു ശക്തിയായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? അവിടുത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വിഭാഗമാണ് താലിബാൻ. പക്ഷെ അവരുടെ കയ്യിൽ ആയുധമുണ്ട്, അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അതുകൊണ്ട് ജനങ്ങൾ അവരെ അനുസരിച്ച് അവിടെ കഴിയാണ്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും സംഭവിച്ചത്. അവിടെ ഒരു കൂട്ടം തീവ്ര സ്വഭാവക്കാരായിട്ടുള്ള ഗ്രൂപ്പുകൾ ഇന്ന് തല പൊക്കിയിട്ടുണ്ട്. അവരെ കുറെ കാലമായിട്ട് ഹസീന ഭരണകൂടം ഒതുക്കി നിർത്തിയിരുന്നതാണ്. പക്ഷേ അട്ടിമറിയുടെ മറവിൽ അവർ തല പൊക്കിയിട്ടുണ്ട്. സോ അവരെ നേരിട്ട് എതിർക്കാൻ സാധാരണ കുടുംബം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യർക്ക് കഴിയുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിലോട്ട് മാർച്ച് നടത്തണം, ഡൽഹി പിടിക്കണം, ഇങ്ങനെയൊക്കെ ഭയങ്കര വൈകാരികമായ പ്രതികരണങ്ങളാണ് ഇവര്, ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൊക്കെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാം. റിലേഷൻസ് എപ്പോൾ വേണമെങ്കിലും മോശമാകാം. കാരണം ഇവരെ പറഞ്ഞിളക്കാൻ ഇവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ തുർക്കിയുണ്ട്, ചൈനയുണ്ട്, ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, അമേരിക്കയുണ്ട്, അതുപോലെ പാകിസ്ഥാനുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റും പല രാജ്യങ്ങളും നമുക്ക് ശത്രുക്കൾ തന്നെയാണ്, പരസ്യമായിട്ടല്ലെങ്കിലും പല രീതിയിലായിട്ട്. അപ്പോൾ നാളൊരു സമയത്ത് ഇപ്പോൾ സ്പെയിനിലോട്ട് ഒരു കൂട്ടം ആളുകൾ മാർച്ച് ചെയ്ത് പോയതുപോലെ ഇന്ത്യയുമായിട്ട് വലിയ അതിർത്തിയുണ്ട് ബംഗ്ലാദേശിന്. ഒരു ഗ്രൂപ്പ് ആൾക്കാർ മാർച്ച് ചെയ്ത് വരുന്ന സമയത്ത് വലിയ സംഘർഷങ്ങൾക്ക് ഉണ്ടാവാം. ഈ തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. സോ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനൊക്കെ ഇനിയുള്ള കാലത്ത് അത്ര നല്ല രീതിയിലാകാനുള്ള സാധ്യത കാണുന്നില്ല. പ്രത്യേകിച്ച് അനധികൃതമായിട്ട് ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റം ബംഗ്ലാദേശിൽ നിന്ന് വളരെ രൂക്ഷമായിട്ട് തന്നെ ഒരു സമയത്തുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മളത് നിയന്ത്രിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് എത്രത്തോളം ശക്തി നേടാൻ പറ്റുമോ അത്രത്തോളം ശക്തി നേടി ഇവരെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ഇവരെ ഒന്നും പോയിട്ട് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാണ്. നമുക്കിപ്പോൾ അവിടെയുള്ള തീവ്ര ഇന്ത്യ വിരുദ്ധ ശക്തികളെ നമ്മളെ ബുദ്ധന്റെയോ ഗാന്ധിയുടെയോ വഴിയിൽ പോയിട്ട് നമുക്ക് അവരോട് നിങ്ങളൊന്ന് നന്നായിക്കൂടെ, നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കാമെന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് ആ റിലേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ളത്, അതും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്. അപ്പൊ ഇവിടെ ഇന്ത്യ ഏത് പാർട്ടി ഭരിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുത്വ പാർട്ടിയായ BJP ഭരിക്കുന്നു എന്നുള്ളതോ കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ളതോ ഒന്നും അവരുടെ വിഷയമല്ല. ഇന്ത്യയാണ് അവരുടെ വിഷയം. നമ്മൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കാതെ നമ്മുടെ അയൽ രാജ്യങ്ങളെ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. 2014 മോദി വരുന്നത്. ഏറ്റവും വലിയ ലിബറൽ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു നെഹ്റു. ഇപ്പോൾ വിഭജന കാലത്ത് വേണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് മാറാമായിരുന്നു. കാരണം മതത്തിന്റെ പേരിലാണ് ഇന്ത്യ വിഭജിക്കുന്നത്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഉണ്ടാവുന്നത്. ആ സമയത്ത് വേണമെങ്കിൽ അന്നത്തെ ഇന്ത്യയിലെ നേതൃത്വത്തിന് ഇന്ത്യ ഒരു പൂർണ്ണ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. കാരണം വിഭജനം തന്നെ മതത്തിന്റെ പേരിലായിരുന്നു. പക്ഷെ നെഹ്റുവിനെ പോലുള്ള ഒരു ഭരണാധികാരിയും അന്നത്തെ നേതൃത്വം തീരുമാനിച്ചത് ഇന്ത്യ ഒരു മതേതര മൂല്യമുള്ള രാജ്യവുമായിട്ട് നിൽക്കണം എന്നാണ്. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രമായിട്ട് ഒഫീഷ്യലായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചില്ല. അതേ സമയത്ത് തന്നെ എല്ലാത്തരം മനുഷ്യർക്കും ഈക്വൽ റൈറ്റ്സ് കൊടുത്തുകൊണ്ടുള്ള ഭരണഘടനയും മറ്റുമൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. എന്നിട്ടാണ് കാശ്മീരിന്റെ പേരിൽ പാകിസ്ഥാൻ നമ്മളോട് യുദ്ധത്തിന് വന്നത്. നമ്മൾ മനസ്സിലാക്കണം, അന്ന് BJPയോ RSSോ അല്ല ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. 65 വീണ്ടും യുദ്ധത്തിന് വരുന്നു, 71 വീണ്ടും യുദ്ധത്തിൽ വരുന്നു. ഈ 65 യുദ്ധം നടക്കുന്നു, 71 ഇന്ദിരാഗാന്ധിയാണ് ഭരിക്കുന്നത്. ആ സമയത്ത് യുദ്ധം ഉണ്ടാവുന്നു. അങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഈ പാകിസ്ഥാൻ യുദ്ധത്തിന് വന്ന സമയമൊക്കെ എന്ന് പറയുന്നത് അന്നൊരു BJP ഗവൺമെന്റ് അല്ല ഭരിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ചൈന. 62 65 ഒക്കെ ചൈനയുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ ഭരിക്കുന്ന BJP അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ഇവരുടെ ഒന്നും പ്രശ്നം, അവരുടെ പ്രശ്നം ഇന്ത്യയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരോടൊന്നും ഒരിക്കലും ഈ സമാധാനം പറഞ്ഞ് ഇവരെ ഒന്നും നന്നാക്കാൻ പറ്റില്ല. അവര് നമ്മളെ ഭയപ്പെട്ടാൽ മാത്രമേ അവർ അടങ്ങി ഒതുങ്ങിയിരിക്കൂ. അതിന് ഇന്ത്യ ശക്തി നേടണം എന്നുള്ളത് മാത്രമാണ് ഒരു വഴി.
എന്തുകൊണ്ടാണ് അമേരിക്ക ഇറാനിൽ കയറി ഇതെല്ലാം ചെയ്തിട്ടും ഹോർമുസ് കടൽ വഴി ചരക്ക് നീക്കം സാധ്യമാകാതിരുന്നിട്ടും വെനസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചോണ്ട് പോയിട്ടും അവരുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള ചൈനയോ റഷ്യയോ ഒരു ചെറു വിരൽ പോലും അമേരിക്കക്കെതിരെ അനക്കാത്ത എന്തുകൊണ്ടാണ്? ഭയമാണ്, പേടിയാണ് അമേരിക്കയുടെ സൈനിക ശക്തിയെയും അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയെയും. അപ്പൊ ഈ ലോകം എന്ന് പറയുന്നത് ശക്തരുടേതാണ്. നമുക്ക് എത്രത്തോളം ശക്തി നേടാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കൂടുതൽ ലോകത്തിന്റെ മുന്നിൽ മുന്നോട്ട് പോകാൻ കഴിയും. അല്ല എങ്കിൽ നമ്മൾ ദുർബലരായി കഴിഞ്ഞാൽ ഞാഞ്ഞൂലുകൾ പോലും നമുക്കെതിരെ ശബ്ദമുയർത്തും. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ അടക്കമുള്ള ഈ രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ട് മാറുക എന്നത് മാത്രമാണ് അതിനൊരു സൊല്യൂഷൻ. നമ്മൾ ഇവരെ ആരും പോയി ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇവരെ പോയി എന്തെങ്കിലും ചെയ്യാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇവര് നമ്മളെ ചൊറിയാതിരിക്കണമെങ്കിൽ അവർ നമ്മളെ ഭയന്നാലേ അത് സംഭവിക്കുള്ളൂ. ഭയമില്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? ഇതുപോലെ ഒന്നും രണ്ടും പറഞ്ഞ് ചൊറിയാൻ മുന്നോട്ട് വരും. ഇവിടെ ഇപ്പൊ ഇന്ത്യ ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും ഒക്കെ ശക്തമാണ്. എന്നിട്ടും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഈ നെഞ്ചു വിരിച്ച് നിൽക്കുന്നതിന്റെ കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ പവർഫുൾ ആണ്. പാകിസ്ഥാനും ചൈനയും ഒക്കെ പവർഫുൾ ആണ്. അപ്പൊ നമ്മൾ ശക്തി നേടേണ്ടത് ബംഗ്ലാദേശിനെയോ പാകിസ്ഥാനെയോ നിലയ്ക്ക് നിർത്താനല്ല, അമേരിക്കയോളം ശക്തി നേടണം, അല്ലെങ്കിൽ അമേരിക്കയെക്കാൾ ശക്തി നേടണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമാക്കാനായിട്ട് കഴിയൂ. അതുവരെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ പുറകെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.